ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ RRB ജെയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. RRB ജെയിൽ വന്നിട്ടുള്ള നമുക്കറിയാം, ഇനി അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ വേക്കൻസീസ് ഉള്ള നമുക്ക് എന്തായാലും റെയിൽവേയിൽ ജോബ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് RRB ജെയിൽ വരാൻ പോകുന്നത്. അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അതിലെ ക്വസ്റ്റ്യൻസിന്റെ പരിപാടി എങ്ങനെയായിരുന്നു, എന്തായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പരിപാടി, ഏതൊക്കെ ലെവലിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ RCCയിലെ കുറച്ച് പ്രീവിയസ് ഇയർ RRB ജെയിൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം അല്ലെ. നമുക്കറിയാം RCC സിലബസ് വൈഡ് ആണ്, മൊത്തം RCC പറയാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി. ഒന്നാമത്തെ ചോദ്യം പറയുന്നത് യെസ് ദ ഡ്രോപ്പ് പാനൽ ഈസ് എ സ്ട്രക്ചർ കമ്പോണന്റ് ഇൻ. ഡ്രോപ്പ് പാനൽ എവിടെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്, ആരാണ്, എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രോപ്പ് പാനൽ ഈസ് എ സ്ട്രക്ചറൽ കമ്പോണന്റ് ഇൻ ഫ്ലാറ്റ് സ്ലാബ്, ഫ്ലാറ്റ് പ്ലേറ്റ്, ഗ്രിഡ് ഫ്ലോർ, സ്ലാബ് ബീം സിസ്റ്റം. ആൻസർ ഏതാ വരുന്നത്? യെസ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ലാബ് ആണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ഫ്ലാറ്റ് സ്ലാബ് ആണ്. ഓക്കെ, സ്ലാബ് നമുക്ക് പഠിക്കാനുണ്ട് സെപ്പറേറ്റ്ലി. RCC ഒരുപാട് IS കോഡ് സ്പെസിഫിക്കേഷൻ പഠിക്കാനുള്ളതാണ്. ടൈപ്സ് ഓഫ് സ്ലാബ് എന്ന് പറയുന്ന ചെറിയൊരു പോർഷനിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സ്ലാബ് ഉള്ളത്? നിങ്ങൾ നോക്കിയാൽ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന റൂമിൽ നിങ്ങൾ മുകളിൽ കാണുന്നതും നിങ്ങൾ താഴെ ഉള്ളതും മുകളിൽ കാണുന്ന റൂഫ് സ്ലാബ് ആണ്, താഴെ കാണുന്ന എന്താണ്, ഫ്ലോർ സ്ലാബ് ആണ്. അത്തരത്തിലുള്ള സ്ലാബിന് എന്ത് പറയും? സോളിഡ് സ്ലാബ് എന്ന് പറയും. സ്ലാബ് വിത്ത് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 2 നില വീടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റോറി വീടാണെങ്കിൽ തന്നെ ടെറസിലേക്ക് പോകാൻ വേണ്ടി വീടിന്റെ അകത്തൂടി നിങ്ങൾ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യാം. ആ സ്റ്റെയർ നമ്മുടെ ടെറസിലേക്ക് എത്തണമെങ്കിൽ സ്ലാബ് ഓപ്പൺ ചെയ്യണ്ടേ. സോ അത്തരത്തിലുള്ള സ്ലാബ്സ് വിത്ത് ഓപ്പണിംഗ് another kind of slab ആണ്. Then there is a waffle slab. എന്താണ് വാഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ മുട്ടായി നിങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ ഷേപ്പിലുള്ള സാധനം ഇതിനെയാണ് നമ്മൾ വാഫിൾ എന്ന് പറയുന്നത്. യെസ്, ഈ ഫിഗറിൽ കാണുന്ന സ്ലാബ് വിച്ച് ഇസ് ഹാവിംഗ് എ waffle shape or a big rectangular opening at the bottom side of the slab, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാഫിൾ സ്ലാബ് എന്ന് പറയുന്നത്. ഇതിലൊന്നും നമുക്ക് ഡിസൈനോ ക്രൈറ്റീരിയകളൊന്നും പഠിക്കാനില്ല. ഈ സോളിഡ് സ്ലാബിലും സ്ലാബ് വിത്ത് ഓപ്പണിംഗിലും വാഫിൾ സ്ലാബ് ഒന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമുക്ക് പറയാനുള്ളത് ഫ്ലാറ്റ് സ്ലാബ് ആണ്. ഈ ഫിഗറിൽ ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്ന സ്ലാബിനെയാണ് നമ്മൾ ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറയാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ബീമുകൾ ഉണ്ടാവില്ല. പൊതുവെ നമ്മൾ സ്ലാബ്, ബീം പിന്നീട് കോളത്തിലേക്കാണ് വരുന്നത് അല്ലെ. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ സ്ലാബ് ഡയറക്ട്ലി കോളത്തിലേക്ക് റെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് സാധാരണ കാണുന്ന സ്ലാബിൽ നിന്നും ഈ പറയുന്ന ഫ്ലാറ്റ് സ്ലാബിന് എന്തുണ്ടാവും? ഇറ്റ് ഈസ് ഹാവിംഗ് മോർ തിക്നെസ് ആണ്. ഫ്ലാറ്റ് സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഉണ്ടാവുന്ന സ്ലാബിനെക്കാളും ഇറ്റ് ഈസ് ഹാവിംഗ് മോർ തിക്നെസ്. ആൻഡ് ഇത് ഡയറക്ട്ലി എങ്ങോട്ട് വന്ന് വീഴും? ഇത് ഡയറക്ട്ലി നമ്മുടെ കോളത്തിലേക്ക് വന്ന് റെസ്റ്റ് ആണ് ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ ഈ ഫിഗർ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. ഇതാണ് സ്ലാബ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ബീം ഒന്നും കാണുന്നില്ല. പിന്നെ ഡയറക്ട്ലി ഏതാണ്? കോളമാണ്. ആൻഡ് ഈ പറയുന്ന സ്ലാബിന്റെ ഈ ഒരു തടിച്ച ഭാഗം കണ്ടോ? ഈ ഒരു തടിച്ച ഭാഗം വിച്ച് ഇസ് ഹാവിംഗ് മോർ തിക്നെസ് വിച്ച് ഇസ് ഡയറക്ട്ലി റെസ്റ്റിംഗ് ഓൺ ദ കോളം. ഈ കാണിച്ചിരിക്കുന്നതാണ് കോളം എന്ന് പറയുന്നത് അല്ലെ. ഈ സ്ലാബിന്റെ തിക്നെസ് കൂടിയ ഭാഗം, ഏകദേശം തിക്നെസ് കൂടിയ ഭാഗം നമ്മുടെ കോളത്തിലേക്ക് ഡയറക്ട്ലി വന്ന് വീഴുന്നു. ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ദാറ്റ് ഈസ് ടേംഡ് ആസ് ഡ്രോപ്പ് ഹെഡ്. അതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ഹെഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ലാബ് വിച്ച് ഇസ് ഹാവിംഗ് മോർ തിക്നെസ് വിച്ച് ഇസ് ഡയറക്ട്ലി കമ്മിങ് ഓവർ ദ കോളം. അതിനെയാണ് ഡ്രോപ്പ് ഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഡ്രോപ്പ് ഹെഡ്. അതേപോലെ ഇവിടെ ചോദിക്കുന്ന വേറൊരു ചോദ്യം, ഈ പറയുന്ന കോളം നോക്കിയ, സാധാരണ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ യൂണിഫോം ഷേപ്പ് ആണ് അല്ലെ. സർക്കുലറോ റെക്ടാങ്കുലറോ ഷേപ്പ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള കോളമാണ് കാണപ്പെടാറുള്ളത്. ബട്ട് ഈ ഒരു കോളം അതിന്റെ ഹെഡ് പോർഷനിലേക്ക് വരുമ്പോൾ അതിനെന്തുണ്ട്? അതിനൊരു എൻലാർജ്മെന്റ് കാണുന്നുണ്ട് അല്ലെ. ഇത്തരത്തിൽ എൻലാർജ് ആയിട്ടുള്ള കോളം, എൻലാർജ്ഡ് ഹെഡ് ഉള്ള കോളം, യെസ്, ഇത്തരത്തിൽ എൻലാർജ്ഡ് ഹെഡ് ഉള്ള കോളം that is termed as capital. The enlarged head of the column is termed as എന്താണ്? Capital ആണ്. സോ ഈ രണ്ട് ടെർമിനോളജി നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്ലാറ്റ് സ്ലാബ് is a type of slab which is having more thickness than the usual slab ആണ്. ഇത്തരത്തിലുള്ള സ്ലാബ് കോളത്തിലേക്ക് ഡയറക്ട്ലി വന്ന് നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യാം. ആൻഡ് the portion of the slab which is coming in contact with the column is termed as drop head ആണ്. And the portion of the column which is having more diameter then the remaining portion that is termed as capital ആണ്. നോക്കിയേ, കോളത്തിൽ C ഉണ്ട്, ക്യാപിറ്റൽ C ഉണ്ട്. സോ ക്യാപിറ്റൽ is a part of a column ആണ്. ഓക്കെ, കോളത്തിന്റെ ഒരു ഭാഗമാണ് ക്യാപിറ്റൽ. തടി കൂടിയ ആ കോളത്തിന്റെ ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു? ക്യാപിറ്റൽ എന്ന് പറയുന്നു.
ക്ലിയർ അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. നമ്മൾ ഒരു ചോദ്യം പറയാം, അതിന്റെ ചുറ്റുമുള്ള കുറച്ച് തിയറി പറയാം അല്ലെ. സോ ഏത് ലെവലിൽ നമ്മൾ പ്രിപ്പറേഷൻ ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കിയാൽ ദ മാക്സിമം എക്സിനിസിറ്റി ടു ബി കൺസിഡർഡ് ഇൻ RC കോളം, റീഇൻഫോഴ്സ് സിമന്റ് കോൺക്രീറ്റ് കോളത്തിലെ യെസ് മാക്സിമം എക്സിനിസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, എന്തിനു വേണ്ടിയാണ് നമ്മൾ എക്സിനിസിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്? അതല്ലേ ആദ്യത്തെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ബട്ട് വൈ നമ്മൾ എന്തിനു വേണ്ടി എക്സിനിസിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു? നോക്കിയ ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ യെസ് ഇതാണ് നമ്മുടെ കോളം, ഈ കാണിച്ചിരിക്കുന്നതാണ് കോളം. അതിന്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതാണ് അതിന്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്, ബി ആൻഡ് ഡി. ഓക്കെ, ഈ പറഞ്ഞ 3 ഡയമെൻഷനിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ ആണ് ബി. ആൻഡ് ബിനെയാണ് യൂഷ്വലി നമ്മൾ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയാറുള്ളത്. നമുക്കറിയാം. നോക്കിയേ, നമുക്ക് 2 ആക്സിസ് വരയ്ക്കാം ഈ പറയുന്ന കോളത്തിൽ. ഇതാണ് ഒന്നാമത്തെ ആക്സിസ്. ലെറ്റ്സ് സേ നെയിം ദാറ്റ് ആസ് YY ആക്സിസ്. ആൻഡ് ഇതാണ് അത് രണ്ടാമത്തെ ആക്സിസ്. ലെറ്റ്സ് സേ ദാറ്റ് ഈസ് XX ആക്സിസ് ആണ്. ഓക്കെ, സാധാരണ നമ്മളൊരു കോളം വിച്ച് ഇസ് എ കംപ്രഷൻ മെമ്പർ ആണ്, നമുക്ക് തോന്നിയേക്കാം ഈ പറയുന്ന 2 ആക്സിസിന്റെയും യെസ് കോഇൻസിഡൻസ് പോയിന്റിലാണ് നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് പ്രാക്ടിക്കലി ഒരിക്കലും അങ്ങനെ ലോഡ് ഉണ്ടാവില്ല. നോക്കിയേ, ഞാൻ ഈ ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. ആ ടോപ്പ് പോർഷൻ മാത്രം ഒന്ന് മാറ്റി വരച്ചാൽ കാര്യങ്ങൾ വ്യക്തമാവും. യെസ്, സോ അത് മാത്രം ഒന്ന് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇതാ ബി ആൻഡ് ഡി ഡയമെൻഷൻസ് മാത്രം കാണിച്ചുകൊണ്ടുള്ള മാറ്റി വരക്കലാണ്. ഇതാണ് ബി എന്ന് പറയുന്ന ഡയമെൻഷൻ, ഇതാണ് ഡി എന്ന് പറയുന്ന ഡയമെൻഷൻ. ഓക്കെ, ഇതാണ് XX ആക്സിസ്, ആക്സിസ് XX ആണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ. ആൻഡ് ഇതാണ് YY എന്ന് പറയുന്ന ആക്സിസ്, YY എന്ന് പറയുന്ന ആക്സിസ്. ക്ലിയർ ആണോ? യെസ്, സോ YY ആക്സിസ് ഉണ്ട്, XX ആക്സിസ് ഉണ്ട്. നമ്മൾ എന്താ വിചാരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? യെസ്, ഈ പറയുന്ന തിയററ്റിക്കലി നമ്മുടെ ലോഡ് എവിടെ വന്ന ആക്റ്റീവ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഈ പറയുന്ന സെൻട്രൽ പോയിന്റിൽ വന്ന ആക്റ്റീവ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാക്ടിക്കലി അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, പ്രാക്ടിക്കലി അങ്ങനെ ഉണ്ടാവാറില്ല. ഇത് ചിലപ്പം നമ്മുടെ ലോഡ് ഒരു എക്സെൻട്രിസിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതിനെയാണ് EX എന്ന് പറയുന്നത്. അതേപോലെ തന്നെ X ആക്സിസ് ചിലപ്പോൾ എന്തായിരിക്കാം? മറ്റൊരു എക്സെൻട്രിസിറ്റിയിലായിരിക്കാം. ഇതിനെ EY എന്ന് പറയാം. അത് നിങ്ങൾക്ക് മുകളിലോട്ട് എടുക്കാം. ദിസ് ഈസ് ഓൾസോ EY ആൻഡ് ദിസ് ഈസ് ഓൾസോ എന്താണ്? EX ആണ്. ഓക്കെ അല്ലെ? അതായത് പ്രാക്ടിക്കലി ഒരിക്കലും നമ്മുടെ ലോഡ് ഈ പറയുന്ന സെന്റർ പോയിന്റിൽ ആക്ട് ചെയ്യില്ല. ഇറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് സം എക്സെൻട്രിസിറ്റി ആണ്. കണ്ടമാനം എക്സെൻട്രിസിറ്റി അല്ല, ഒരു മിനിമം എക്സെൻട്രിസിറ്റിയിലായിരിക്കും അത് ആക്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് അതിന്റെ ഇക്വേഷൻ തരാറുണ്ട് നമുക്ക്. ഏതാണ്? നോക്കിയ ഈ മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അറ്റ് X ഈസ് ഈക്വൽ ടു യെസ് എക്സെൻട്രിസിറ്റി മിനിമം അറ്റ് X ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? ദിസ് ഇസ് ദ മാക്സിമം ഓഫ് നോക്കിയ X ആക്സിന് അബൌട്ടുള്ള എക്സെൻട്രിസിറ്റി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഡയമെൻഷൻ എടുക്കണം? അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷൻ എടുക്കണം. നമ്മളറിയാം, ക്ലാസ് പറഞ്ഞാണ് X ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷൻ ഏതാണ്? D ആണ്. ഓക്കെ, സോ ദിറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ 500 പ്ലസ് D ബൈ 30 ഓർ 20 mm. ഏതാണോ വലുത് അതാണ് അതിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. സിമിലർലി എക്സെൻട്രിസിറ്റി ഓൺ ദ Y ആക്സിസ് വിൽ ബി ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ്. നോക്കിയാൽ നമ്മളിപ്പോ Y ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. Y ആക്സിസിന് ഏതാണോ പെർപെൻഡിക്കുലർ ആ ഡയമെൻഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇക്വേഷൻ വിൽ ബി മാക്സിമം ഓഫ് L ഡിവൈഡ് ബൈ 500 സെയിം ആണ്. ഇവിടെ Y ആയതുകൊണ്ട് B ബൈ 30 ഇടണം. ഏത് ആക്സിസ് ആണോ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡയമെൻഷൻ ഓർക്കുക. ഓർ ഏതാണ്? 20 mm, വിച്ച് എവർ ഈസ് മാക്സിമം. ഇതാണ് കണ്ടീഷൻ. ഇത് ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നു. ഓക്കെ അല്ലെ? ആൻഡ് ഇതിന്റെ അപ്പുറത്തേക്ക് നോക്കിയേ, മിനിമം എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നതാണ്. ഇതിന്റെ അപ്പുറത്തുള്ള എക്സെൻട്രിസിറ്റിയിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിസൈൻ ചെയ്യേണ്ടി വരും. ഈ ഒരു എക്സെൻട്രിസിറ്റിന്റെ ഉള്ളിലാണ് നിങ്ങളുടെ കോളത്തിൽ ലോഡ് വരുന്നെങ്കിൽ ഇതിനെയാണ് നമ്മൾ ആക്സിയൽ ലോഡിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ കേസ് ഓഫ് ആക്സിയൽ ലോഡഡ് ഷോർട്ട് കോളമാണ്. നമ്മൾ എപ്പോഴും ആക്സിയലി ലോഡഡ് ഷോർട്ട് കോളമാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? നമ്മൾ ഡിസൈൻ ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്, സോ ദാറ്റ് ഈസ് എ മാക്സിമം എക്സെൻട്രിസിറ്റി. യെസ്, മിനിമം എക്സെൻട്രിസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മിനിമം എക്സെൻട്രിസിറ്റി ടു ബി കൺസിഡേർഡ് ഇൻ ദ RC കോളം ഫോർ ഡിസൈൻ ആണ്. സോ ഏത് ഓപ്ഷൻ വരുന്നത്? L by 500 ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30 ഉണ്ട്, ലാറ്ററൽ ഡയമെൻഷൻ ബൈ 25 ഉണ്ട്. ഒരു സംശയമില്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഒന്നെങ്കിൽ L by 500 വാട്ട് എവർ ദ ലാറ്ററൽ ഡയമെൻഷൻ, B ആവാം അല്ലെങ്കിൽ D ആവാം, ഡിവൈഡ് ബൈ 30 ഓർ 20 mm, വിച്ച് എവർ ഈസ് മാക്സിമം. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിയേ, സ്ഥിരം ചോദിക്കുന്ന ഇനിയും ചോദിക്കാൻ സാധ്യതകൾ ഏറെയുള്ള സാധനം. മൂന്നാമത്തെ ചോദ്യം. M10 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് മിക്സ് റേഷ്യോ ഈസ് അപ്രോക്സിമേറ്റ്ലി.
ഇത് ഓർക്കാൻ 4ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന പരിപാടി ഉണ്ട് അല്ലെ. ഈ പറയുന്ന റേഷ്യോ അറിയാൻ വേണ്ടി M5 ഉണ്ട്, 7.5 ഉണ്ട്, M10 ഉണ്ട്, M15 ഉണ്ട്, 20x25 ഉണ്ട്, 20x25 ഉണ്ട്. ഇത് 4ാം ക്ലാസ്സും കുസ്തിയാണ്. 4ാം ക്ലാസ്സും കുസ്തിയും നമ്മൾ പണ്ട് മുതലേ ഓർക്കുന്നതാണ്. പണ്ട് മുതലേ നാട്ടിലുള്ള എല്ലാവരും ഇതേ രീതിയിലാണ് ഓർക്കുന്നത് അല്ലെ. നേരത്തെ എന്ത് എഴുതുക? 1:1:1:1 എഴുതുക. M5ലാണ് തുടങ്ങേണ്ടത്, മറന്നു പോരുത്. M5ലാണ് തുടങ്ങേണ്ടത്, 7.5 ഇടാൻ മറന്നു പോരുത്. ദെൻ 10, 15, 20, 25 വരെ എഴുതുകയാണെങ്കിൽ M5ലാണ് തുടങ്ങിയത്, അത് ഇവിടെ എടുത്ത് എഴുതുക. എത്രയാണ്? 5. അതിന്റെ തൊട്ട് താഴെ 4, 3, 2, 1.5 പിന്നെയാണ് 1 എഴുതേണ്ടത്. ഇവിടെ എത്ര എഴുതിയോ അതിന്റെ ഡബിൾ അപ്പുറത്ത് എഴുതുക അല്ലെ. 5ന്റെ ഡബിൾ 10. This is 8, this is 6, this is 4, this is 3 and this is 2. വളരെ സിമ്പിൾ ആണ്. നോമിനൽ മിക്സ് പ്രൊപ്പോർഷൻ ടു ദ കറസ്പോണ്ടിങ് ഗ്രേഡ് ആണ്. സ്ഥിരം ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കും. M10നെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുക M10 = 1:3:6 ആണ്. ഏതാ വരുന്ന ഓപ്ഷൻ? ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. 4ാമത്തെ ചോദ്യം നോക്കൂ. മോഡുലാർ റേഷ്യോ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ യങ്സ് മോഡുലസ് ഓഫ്. മോഡുലാർ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. WSM ആണ് മെത്തേഡ് ഓഫ് ഡിസൈൻ. യെസ്, മോഡുലാർ റേഷ്യോ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ modulus of velocity of steel to the modulus of velocity of the concrete ആണ്. modulus of velocity of steel to the modulus of elasticity of the concrete ആണ്. എന്തിനു വേണ്ടി മോഡുലാർ റേഷ്യോ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ WSM-ൽ നമ്മൾ കോൺക്രീറ്റിന്റെ അകത്ത് സ്റ്റീൽ ഉണ്ടാവുമല്ലോ, ആ സ്റ്റീലിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ എന്താക്കും? കോൺക്രീറ്റ് തന്നെ ആക്കി മാറ്റും. അതായത് മൊത്തം സ്ട്രക്ചർ എന്തായി? യൂണിഫോം സ്ട്രക്ചർ ആവും. അതുകൊണ്ട് നമുക്ക് ഡിസൈൻ എന്തായിരിക്കും? എളുപ്പമായിരിക്കും. അതാണ് WSM-ൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. അതാണ് വേറൊരു പരിപാടി. ക്ലിയർ അല്ലേ? അതിനു വേണ്ടിയാണ് M ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റും. സ്റ്റീലിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് അവിടെ കോൺക്രീറ്റ് വെക്കാൻ പറ്റും. എന്നിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം എളുപ്പമാകുന്നത്. നിങ്ങൾക്കറിയാം, ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ ഇവിടെ ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് സ്റ്റീൽ ആണ്. 2 × 10⁵ Newton/mm². ആണ്. Newton/mm². EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് കോൺക്രീറ്റ്. അത് ഷോർട്ട് ടേം മോഡുലസ് ആണ് എഴുതേണ്ടത്. ദ വാല്യൂ ഈസ് കമ്മിങ് ആസ് എത്രയാണ്? 5000√fck ആണ്. 5000√fck അല്ലെ. 5000√fck ആണ്. നമുക്കറിയാം നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ ഏതൊക്കെയാണ്. നോക്കിയേ, ഇതിൽ മറ്റൊരു ചോദ്യം കൂടി പറയാണ്. നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Fe250 ഉണ്ട്, Fe415 ഉണ്ട്, Fe500 ഉണ്ട്, Fe500 ഉണ്ട്. ഈ 2 ബാറിനെയാണ് നമ്മൾ HYST ബാർ എന്ന് പറയുന്നത്. നോക്കിയേ, സ്റ്റീൽ ഏതായാലും വേണ്ടിയില്ല. സ്റ്റീല് Fe250 ആയാലും വേണ്ടിയില്ല, Fe415 ആയാലും വേണ്ടിയില്ല, Fe500 ആയാലും വേണ്ടിയില്ല. എല്ലാത്തിന്റെയും മോഡുലസ് ഓഫ് വെലോസിറ്റി സെയിം ആണ്. 2 × 10⁵ Newton/mm². ക്ലിയർ അല്ലേ? EC എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓരോ ഗ്രേഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോക്കിയ M30 കോൺക്രീറ്റിന് വേണ്ടിയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഫോർ M30 കോൺക്രീറ്റ് അതായത് FCK എത്ര വരിക? 30 Newton/mm² ആണ് വരിക അല്ലെ. ഒന്ന് കണ്ടുപിടിച്ചേ M എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? Then M = ES / EC ആണ്. ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ES എപ്പോഴും എത്രയാണ്? 2 × 10⁵ Newton/mm² ആണ്. യെസ്, ഡിവൈഡ് ബൈ EC എന്താണ്? 5000 എന്താണ്? √30 ആണ്. കാരണം FCK = എത്രയാണ്? യെസ്, 30 ആണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് അറൌണ്ട് 7.3 ആണ്. ദിസ് ഇസ് ദ മോഡുലാർ റേഷ്യോ ഫോർ M30 കോൺക്രീറ്റ്. ഓക്കെ, നമുക്കറിയാം എപ്പോഴും മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് സ്റ്റീൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 4ാമത്തെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? 5ാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 5. RE വാൾസ് മീൻസ് എന്താണ്? RE വാൾസ്, RE കേട്ടാൽ അറിയാം, ഇല്ലെങ്കിൽ കൊണ്ടാൽ അറിയും. റീറ്റൈനിങ് എർത്ത് വാൾ ആണ് അല്ലെ. റീറ്റൈനിങ് എർത്ത് വാൾ, ഓപ്ഷൻ സി. റീറ്റൈനിങ് എർത്ത് വാളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RE വാൾ എന്ന് പറയുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ്. നോക്കിയേ, RE വാൾ or retaining earth wall is a structure that is designed and constructed to resist the lateral pressure of the soil when there is a desired change in elevation. അല്ലെ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. നമ്മുടെ പറമ്പിന്റെ ഒരു എന്താണ് അതിര് നമ്മൾ പ്രോപ്പർലി കെട്ടി നിർത്തിയില്ലെങ്കിൽ അത് ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? ആ അതിരില് സോയിൽ പ്രഷർ വന്ന് ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. സോയിൽ പ്രഷർ വന്ന് ആക്ട് ചെയ്യുന്നുണ്ടാവും. നോക്കിയേ, ഇത്തരത്തിലുള്ള ഒരു എലിവേറ്റഡ് സർഫസ് ആണ്. ഇതാണ് ഗ്രൗണ്ട് ലെവൽ 1, ഇതാണ് ഗ്രൗണ്ട് ലെവൽ 2 അല്ലെ. സോ ഗ്രൗണ്ട് ലെവല് വ്യത്യാസമില്ലേ? ദർ ഇസ് എലിവേഷൻ ഡിഫറൻസ്. ആൻഡ് ഈ പറയുന്ന ഭാഗം ഇവിടെ എല്ലാം എന്താണ്? സോയിലാണ്. ഈ പറയുന്ന സോയില് ഈ പറയുന്ന അതിരിൽ എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും? ഹൊറിസോണ്ടൽ പ്രഷർ അല്ലെങ്കിൽ ലാറ്ററൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ലാറ്ററൽ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന സാധനം ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്താണ്? യെസ്, റീറ്റൈനിങ് വാൾ ഈസ് പ്രൊവൈഡഡ്. എ റീറ്റൈനിങ് വാൾ ഈസ് പ്രൊവൈഡഡ്.
retaining earth wall is provided so that we can prevent the lateral pressure exerted by the soil. And ഈ പറയുന്ന soil which is exerting pressure on the retaining wall അതിനെയാണ് നമ്മൾ എന്ത് പറയാ ബാക്ക് ഫിൽ എന്ന് പറയാ. ദാറ്റ് ഈസ് എ ബാക്ക് ഫിൽ. ആൻഡ് നോക്കിയേ, അഥവാ ഈ ബാക്ക് ഫില്ലിൽ വേറെ എന്തെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ ആ ലോഡിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സർചാർജ് ആണ്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ടെർമിനോളജിയാണ്, നിങ്ങൾക്കറിയാം. സാധാരണഗതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന റീറ്റൈനിങ് വാൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൻഡിലിവർ റീറ്റൈനിങ് വാൾ ആണ്. ദാറ്റ് ഈസ് എ മോസ്റ്റ് കോമൺലി അഡോപ്റ്റഡ് റീറ്റൈനിങ് വാൾ. അതിന്റെ ഹൈറ്റ് ചോദിക്കാറുണ്ട്. ജനറലി കൺസിഡർഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 6 മീറ്റർ ആണ്. നിങ്ങൾ ഫിഗർ കാണുന്ന പോലെ ഇതാണ് റീറ്റൈനിങ് വാള്. ഇത് അതിന് താഴെ ടി ഷേപ്പ് ആണുള്ളത്. ഓക്കെ, ഇറ്റ്സ് എ കാൻഡിലിവർ ടി ഷേപ്പ് റീറ്റൈനിങ് വാൾ ആണ്. ഈ കാണിച്ചിരിക്കുന്നത് കാൻഡിലിവർ എൽ ടൈപ്പ് റീറ്റൈനിങ് വാൾ ആണ്. ഓക്കെ, then there is another common type that is termed as counter fort retaining wall which is generally constructed same height ആണ് of 6 meter. കൗണ്ടർ ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇത് ടി ഷേപ്പ് ആണ് ഓൾറെഡി. ഇതിന്റെ കൂടെ എന്ത് കമ്പൗണ്ടും കൂടി ഉണ്ട്? അതിനൊന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കമ്പൗണ്ടും കൂടി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൗണ്ടർ ഫോർട്ട് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം നമുക്ക് റീറ്റൈനിങ് വാളിൽ നിന്ന് വരാറുള്ളത് നോക്കിയേ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്ട്രക്ചർ മെയ്ഡ് ഓഫ് മേസൺറി ടു റീറ്റൈൻ സോയിൽ ആണ്. അതിന്റെ പുറകിലുള്ള ഈ സോയിലിനെ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബാക്ക് ഫിൽ എന്ന് പറയാ. ആൻഡ് അതിൽ ടോപ്പിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെയാണ് നമ്മൾ എന്ത് പറയാ? സർചാർജ് എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കുക, മറ്റ് കമ്പൗണ്ടുകൾ ഈ പറയുന്ന റീറ്റൈനിങ് വാളിന്റെ ഈ വെർട്ടിക്കൽ പോർഷനാണ് നമ്മൾ എന്ത് പറയാ? ദാറ്റ് വെർട്ടിക്കൽ പോർഷൻ ഈസ് ടേംഡ് ആസ് സ്റ്റെം എന്നാണ് പറയാ. ആൻഡ് ഈ പറയുന്ന ടി ഷേപ്പിലെ ഈ എക്സ്റ്റൻഡഡ് പോർഷനെ ടോ ഓഫ് ദ റീറ്റൈനിങ് വാൾ എന്നാണ് പറയാ. ആൻഡ് ദിസ് റിമൈനിങ് ഇൻസൈഡ് പോർഷൻ അതിനാണ് നമ്മൾ എന്ത് പറയാ? ഹീൽ ഓഫ് ദ റീറ്റൈനിങ് വാൾ എന്നറിയപ്പെടുക. ഇത്രയും ബേസിക് ടെർമിനോളജികൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. നോക്കിയേ, what is the minimum number of longitudinal bar to be provided in a reinforced concrete column of circular section എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ. കോളത്തിൽ 2 ടൈപ്പ് ഷേപ്പ് ഉണ്ടാവാം. റെക്ടാങ്കുലർ ഷേപ്പ് കോളം ഉണ്ടാവാം, സർക്കുലർ ഷേപ്പ് കോളം ഉണ്ടാവാം. എത്രയാണ് മിനിമം നമ്പർ ഓഫ് ബാർ? ഇവിടെ 4 ആണ്. ഇവിടെ എത്രയാണ്? 6 ആണ്. നോക്കിയേ, റെക്ടാങ്കുലർ കോളം എന്ന് പറയുമ്പോൾ യെസ്, മിനിമം നമ്പർ ഓഫ് ബാർ എത്രയായിരിക്കണം? കോളത്തിന്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ 4 ആയിരിക്കണം. സർക്കുലർ കോളം എന്ന് പറയുമ്പോൾ മിനിമം നമ്പർ ഓഫ് ബാർ എത്രയാ പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 2 3 4 5 6 ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ക്രൈറ്റീരിയ. നോക്കിയേ, ഇതിന്റെ കൂടെ തന്നെ ഓർക്കുക, മിനിമം ഡയമീറ്റർ ഓഫ് ദ ബാർ യൂസ്ഡ് ഇൻ കോളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 mm ആണ്. 12 mm ആണ്. ഇതിനെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റുകൾ, ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് ഓർക്കേണ്ട മറ്റു പോയിന്റുകൾ ഏതൊക്കെയാണ്? യെസ്, നോക്കിയേ, മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്. യെസ് എന്ന് ചോദിച്ചാൽ 0.8% ഓഫ് ബി ഇൻറ്റു ഡി ആണ്. ബി എന്താണ്, ഡി എന്താണ് നമ്മൾ നേരത്തെ വരച്ചു അല്ലെ. ബി എന്താണ്, ഡി എന്താണെന്ന് നമ്മൾ നേരത്തെ കോളത്തിൽ വരച്ചു. ഇതാ കോളം, ഇതാണ് കോളം. നിങ്ങൾക്ക് കാണാം ബി എന്ന് പറയുന്ന ഡയമെൻഷൻ. ബി എന്ന് പറയുന്ന ഡയമെൻഷൻ കാണുന്നുണ്ട്, ഡി എന്ന് പറയുന്ന ഡയമെൻഷൻ കാണുന്നില്ലേ? സോ ബി ഇൻറ്റു ക്യാപിറ്റൽ ഡി ആണെന്ത്? 0.8%. അത് ഓർത്തിരിക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് വാല്യൂ. വളരെ 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 അധികം ഇമ്പോർട്ടന്റ് അർഹിക്കുന്ന വാല്യൂ. അതേപോലെ തന്നെ മിനിമം പറഞ്ഞാൽ മാക്സിമം പെർസെന്റേജും പറയണ്ടേ? മാക്സിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതി പറയാം. യെസ്, 4% ഓഫ് ഏതാണ്? ബി ഇൻറ്റു ക്യാപിറ്റൽ ഡി, ഓർ 6% ഓഫ് എന്താണ്? ബി ഇൻറ്റു ക്യാപിറ്റൽ ഡി. എപ്പോഴാണ് 4% ഉപയോഗിക്കേണ്ടത്? വെൻ ലാപ്പിംഗ് ഈസ് പ്രൊവൈഡഡ് ആണെങ്കിൽ 4% ആണ്. ഇഫ് ദർ ഈസ് നോ ലാപ്പിംഗ് ഓഫ് ബാർ then 6% ആണ്. സാധാരണഗതിയിൽ ഡിഫോൾട്ട് കേസ് ഏതാ വരാറുള്ളത്? യെസ്, ദിസ് ഈസ് ദ ഡിഫോൾട്ട് കേസ്. അതായത് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ലാപ്പിംഗ് ഇല്ല. നോക്കിയേ, ഒരു ബാറും വേറൊരു ബാറും കൂടി ചേരുന്ന പരിപാടി ഓവർലാപ്പ് ചെയ്യപ്പെടുന്നു അല്ലെ. അതാണ് ലാപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, അതിനൊക്കെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. സാധാരണഗതിയിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നോ ലാപ്പിംഗ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ട കേസ്. അങ്ങനെയാണെങ്കിൽ 6% യെസ്, കോളത്തിന്റെ കേസ് വരിക. കാരണം കോളം എന്ന് എഴുതി കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 ലെറ്റർ ഉണ്ട്. അങ്ങനെ ഓർക്കാം, 6% ഓഫ് ബി ഇൻറ്റു ഡി എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇവിടെ ചോദ്യം അതൊന്നും അല്ലായിരുന്നു. വാട്ട് ഇസ് എ മിനിമം നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ എ സർക്കുലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. യാതൊരു സംശയമില്ല. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 7. നോക്കിയേ, അടുത്ത ചോദ്യം. യെസ്, ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. നോക്കിയേ, കുറെയൊക്കെ തിയറി ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ന്യൂമറിക്കലും ഉണ്ട്.
ഓക്കെ, നമുക്ക് ഇത് അത്യാവശ്യം നല്ല ന്യൂമറിക്കലാണ്, പ്രീവിയസ് RRB JEE ചോദ്യമാണ്. എ സ്ക്വയർ കോളം ആണ് ഓഫ് സൈസ് 350 mm സ്ക്വയർ ആണ്. അപ്പൊ രണ്ട് വശം എത്രയായിരിക്കും? 350 mm ആയിരിക്കും. റീഇൻഫോഴ്സ് വിത്ത് 4 bars ഓഫ് 25 mm ഡയമീറ്റർ ആൻഡ് 4 bars ഓഫ് 16 mm ഡയമീറ്റർ. ദെൻ വാട്ട് ഈസ് എ ട്രാൻസ്വേഴ്സ് സ്റ്റീൽ ഷുഡ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഷുഡ് ബി ദ ട്രാൻസ്വേഴ്സ് സ്റ്റീൽ എന്നാണ് ചോദ്യം. വാട്ട് ഷുഡ് ബി ദ ട്രാൻസ്വേഴ്സ് സ്റ്റീൽ എന്നാണ് ചോദ്യം. നോക്കിയേ, ഒരു കോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കോളം നമ്മൾ സൈഡ് വ്യൂ നോക്കാം കോളത്തിന്റെ. അല്ല, ഇതാണ് കോളം. സൈഡ് വ്യൂ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണപ്പെടുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ് വരച്ചിരിക്കുന്നത്. ഈ വരച്ചിരിക്കുന്നതാണ് എന്ത്? വൈറ്റ് കളറിൽ വരച്ചിരിക്കുന്നതാണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. യെസ്, വൈറ്റ് കളറിൽ വരച്ചിരിക്കുന്നതാണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എന്തും ഉണ്ടാവും? ലാറ്ററൽ ഡയറക്ഷനിൽ ഇത്തരത്തിൽ ബാറും കൂടി പ്രൊവൈഡ് ചെയ്യില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീസ് ആർ, ഈ യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന ടീമാണ് ഏത്? ലാറ്ററൽ ടൈസ് എന്ന് പറയുന്നത്. ലാറ്ററൽ ടൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കതിനെ 5T എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഈ പറയുന്ന ലാറ്ററൽ ടൈസ് തമ്മിലുള്ള സ്പേസിംഗ് അവർ സ്ഥിരം ചോദിക്കാറുണ്ട്. ഇതാണ് ഒന്നാമത്തെ ലാറ്ററൽ ടൈ, ഇതാണ് രണ്ടാമത്തെ ലാറ്ററൽ ടൈ. അവർ തമ്മിലുള്ള സ്പേസിംഗ് ചോദിക്കാറുണ്ട്. സ്പേസിംഗ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ലാറ്ററൽ ടൈസിന്റെ ഡയമീറ്റർ എത്രയായിരിക്കണം എന്ന ചോദ്യവും എപ്പോഴും ഉണ്ടാവാറുണ്ട്. നോക്കിയേ, നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. നോക്കിയേ, ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യുക. ദ മിനിമം ഡയമീറ്റർ ഓഫ് ദ ലാറ്ററൽ ടൈ ഈസ് ഈക്വൽ ടു, നോക്കിയാൽ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മിനിമം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അങ്ങനെയാണ് IS കോഡിലെ എല്ലാ സ്പെസിഫിക്കേഷനും കാണപ്പെടുന്നത്. ഓക്കെ, മിനിമം 5T ഈസ് ഈക്വൽ ടു എങ്ങനെയാ വരുന്നത്? അവർ പറയുന്നത് ഇറ്റ് ഈസ് 6 mm ആണ്. ഒന്നെങ്കിൽ 6 mm ആയിരിക്കണം, ഓർ 5 ലോഞ്ചിറ്റ്യൂഡിനൽ മാക്സിമം, 5 മാക്സിമം ഡിവൈഡ് ബൈ എന്തായിരിക്കണം? 4 ആയിരിക്കണം. ഈ രണ്ട് വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ ഏതാണോ മാക്സിമം വരുന്നത് അതായിരിക്കും നമ്മുടെ മിനിമം ഡയമീറ്റർ ടു ബി പ്രൊവൈഡഡ് ആസ് ലാറ്ററൽ ടൈ ആണ്. അതേപോലെ തന്നെ സ്പേസിംഗ് നമ്മൾ എപ്പോഴും സ്പേസിംഗ് എപ്പോഴാണ് പറയുക? നമ്മൾ എപ്പോഴും മാക്സിമം സ്പേസിംഗ് ആണ് പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, IS കോഡിൽ നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും മാക്സിമം സ്പേസിംഗ് ആണ് വരിക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാക്സിമം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ മിനിമം ആയിരിക്കും. ഇറ്റ് ഈസ് എ മിനിമം ഓഫ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ LLD 300 mm, ഓർ എന്താണ് 16 times 5 മിനിമം ആണ്. 16 times 5 മിനിമം ആണ്. ഇതാണ് കണ്ടീഷൻ. ഈ പറയുന്ന IS കോഡിന്റെ സ്പെസിഫിക്കേഷൻ ഓർത്തിരുന്നാൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ ഓർക്കുക? 1-2 തവണ ന്യൂമറിക്കൽ ചെയ്ത് നോക്കുക. ഈ സാധനം എഴുതിയിട്ട് 1-2 ന്യൂമറിക്കൽ ചെയ്യുക, 2-3 ദിവസം റിവൈസ് ചെയ്യുക, നമ്മുടെ കയ്യിലുണ്ടാവും, ഉറപ്പാണ്. അല്ലാതെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല മിസ്റ്റർ. ക്ലിയർ അല്ലേ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കോളത്തിന്റെ കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ, ഈ പറയുന്ന കോളം സ്ക്വയർ കോളമാണ്, പേടിക്കാനില്ല. അതിന്റെ ഒരു വശം 350 mm ആണ്, അടുത്ത വശം എത്ര തന്നെയാണ്? 350 mm ആണ്. കാരണം ഇതൊരു സ്ക്വയർ കോളമാണ്. എത്ര ബാർ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 4 ബാർ ഉണ്ട്. 25 mm 4 ബാർ ഉണ്ട്, ആൻഡ് 16 mm 4 ബാർ ഉണ്ട്. ക്ലിയർ അല്ലേ? അതായത് കുറച്ച് വലിയ ബാറുകൾ ഉണ്ട്, വിച്ച് ഈസ് ആർ ഓഫ് 25 mm ഇൻ ഡയമെൻഷൻ, ആൻഡ് അതിന്റെ നടുവിലായിട്ട് ചെറിയ സൈസുള്ള കുറെ ബാറുകൾ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വലിയ ബാറും ചെറിയ ബാറും കൊടുക്കുന്നത് ചോദിച്ചാൽ, നമുക്കറിയാം മാക്സിമം സ്പേസിംഗ് ഓഫ് മെയിൻ ബാർ ഇൻ കോളം ഈസ് ഈക്വൽ ടു എത്രയാണ്? 300 mm ആണ്. എടോ, 300 mm കൂടാൻ പാടില്ല സ്പേസിംഗ് ഒരു കാരണവശാലും 300 mm കൂടാൻ പാടില്ല. നിങ്ങൾ നോക്കിയേ, ഇവിടെ ശ്രദ്ധിക്കൂ. ഹലോ നോക്കിയേ. ഈ പറയുന്ന 25 mm എന്ന് പറയുന്ന ബാറാണ് ലെറ്റ്സേ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോളത്തിൽ ലെറ്റ്സേ 25 mm എന്ന് പറയുന്ന ബാറാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നോക്കിയേ, ഇത് ഒന്നാമത്തെ ബാറാണ്, ഇത് രണ്ടാമത്തെ ബാറാണ്. എടാ, ഇവർ തമ്മിലുള്ള സ്പേസിംഗ് നോക്കിയേ എത്രയാ വരുന്നത്? ഇവർ തമ്മിലുള്ള സ്പേസിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നോക്കിയേ, ഒരു ഡയമെൻഷൻ 350 ആണ്. ഇത് ഓൾമോസ്റ്റ് ഗ്രേറ്റർ ദാൻ 300 mm വരുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വശം എത്രയാണ്? 350 mm ആണ്. ഈ രണ്ട് ബാറിന്റെ സ്പേസിംഗ്, അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന രണ്ട് ബാറുകളുടെ സ്പേസിംഗ് നോക്കുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 300 mm വരുന്നതായി കാണപ്പെടുന്നു. അങ്ങനെ ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരുടെ ഇടയിൽ ആ സ്പേസിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാണ്? നേരത്തെ ഉള്ള ബാറിനെക്കാട്ടും സൈസ് കുറഞ്ഞ ബാർ കൊടുക്കുന്നു. അങ്ങനെയാണ് 2 ഡയമെൻഷൻ ഉള്ള ബാറുകൾ വരുന്നത്. സോ 25 mm ആണ് 5 മാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, 16 mm ആണ് 5 മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. യെസ്, ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ 5T എത്രയാ വരിക?
5t is the maximum of 6 mm ആണ്. Or 5 max divided by 4, 5 max എത്രയാണ് 25 ആണ് divided by 4 which is equal to 6.25 mm എന്ന് വരും. which is equal to 6.25 mm എന്ന് പറയും. നോക്കിയേ 6 mm അല്ലെങ്കിൽ എന്താണ് 5 max divided by 4 ആയിരുന്നു. എത്രയാണ് 5 max 25 ആണ്. സോ 6.25 അതിൽ ഏതാണോ വലുത് നിങ്ങൾ അത് ആൻസർ ആക്കി എടുക്കുക. സോ 5t will be equal to അതിൽ വലുത് 6.25 ആണ്. ബട്ട് നാട്ടില് 6.25 എന്ന് പറയുന്ന ബാർ അവൈലബിൾ അല്ല. പകരം നിങ്ങൾ എന്ത് കൊടുക്കുക 8 mm ബാർ കൊടുക്കുക. 6 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് 7 എന്ന് പറയുന്ന ബാർ ഉണ്ടോ? ഇല്ല, 8 mm എന്ന് പറയുന്ന ബാറേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ മാക്സിമം സ്പേസിംഗ് ഈസ് ദ മിനിമം ഓഫ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എത്രയാണ് 350 mm ആണ്. യെസ്. അടുത്തത് 300 mm ആണ്. അത് അവിടെ തന്നെ ഉണ്ട്. നോക്കിയേ 16 ടൈംസ് ദ 5 മിനിമം 16 ടൈംസ് ദ 5 മിനിമം എത്രയാണ് 5 മിനിമം 16 തന്നെയായിരുന്നു 5 മിനിമം. നമ്മൾ എഴുതിയിട്ടുണ്ട് 256 mm എന്ന് വരും. 256 mm. നോക്കിയേ ഈ 3 വാല്യൂസിൽ ഏതാണോ മിനിമം 350 300 256 ഈ 3 വാല്യൂസിൽ ഏതാണോ മിനിമം അതാണ് നമ്മുടെ സ്പേസിംഗ്. തൽക്കാലം 256 mm ആണുള്ളത്. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് നല്ലൊരു വൃത്തിയുള്ള വാല്യൂ ആക്കി കഴിഞ്ഞാൽ 250 mm എന്ന് കിട്ടും. അതായത് നിങ്ങൾ ലാറ്ററൽ ടൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത് 8 mm ബാറും 250 mm എന്ന് പറയുന്ന സ്പേസിംഗ് ആണ്. ഇത് അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻ ഒന്നും അല്ല കേട്ടോ, വളരെ സിമ്പിൾ ആണ്. ഒന്ന്, നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കണ്ട് പരിചയം ഉണ്ടാവണം, അതിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പരിചയം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഞെട്ടാനുള്ള സീനൊന്നുമില്ല, ഇത് എളുപ്പമാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത്ര സമയം എടുത്തുള്ളൂ. ക്ലിയർ അല്ലേ? സോ 8 mm ബാർ ആയിട്ട് 250 mm സ്പേസിംഗ് ഉണ്ട്, 8 mm ബാർ ആയിട്ട് 350 mm സ്പേസിംഗ് ഉണ്ട്. ഒരു കാരണവശാലും 300 mm സ്പേസിംഗിൽ കൂടാൻ പാടില്ല ഇൻ കോളം എന്നാണ് IS കോഡ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? യെസ്. ഇസ് ദാറ്റ് ഓക്കെ? സോ ഇതൊക്കെയാണ് നമുക്ക് RRB JEE RCCയിലെ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, അതേപോലെ തന്നെ ന്യൂമറിക്കലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് ഇപ്പം RRB JEE പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം അവർ കാൽക്കുലേറ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ വരാനുള്ള സാധ്യത യെസ് JEE എക്സാംസിന് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കിയേ, വെറുതെ ഹൈപ്പാക്കി പറയല്ല, നമ്മുടെ പ്രിപ്പറേഷൻ ആ ലെവലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഏത് ലെവലുള്ള ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. സൈലം പ്ലാറ്റ്ഫോമിലൂടെ RRB JEE പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി CBT 1ന്റെയും CBT 2ന്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഈ പറയുന്ന കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കിയേ, വെറും 7000 രൂപയ്ക്കാണ് CBT 1ഉം CBT 2ഉം നിങ്ങളിലേക്ക് എത്തുന്നത്. സോ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇത്തവണ RRB JEE ക്രാക്ക് ചെയ്തുകൊണ്ട് റെയിൽവേയിൽ ഒരു ജൂനിയർ എഞ്ചിനീയറായി നമ്മൾ മാറുമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് സൈലം പ്ലാറ്റ്ഫോമിലൂടെ യെസ് പഠനം ആരംഭിക്കാം. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫർദർ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു അവസരത്തിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.